ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ അന്വേഷണം വ്യാപിപ്പിച്ച് കേന്ദ്ര ഏജൻസികൾ. പ്രതിക്ക് വിദേശത്തേക്ക് കടക്കാനായി തൃശൂർ ജില്ലയിൽ നിന്നടക്കം സഹായം ലഭിച്ച വിവരത്തെ തുടർന്നാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മലപ്പുറം, വയനാട്, തൃശൂർ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2020 സെപ്റ്റംബറിൽ മലപ്പുറം പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ വയനാട് സ്വദേശി നിഷാദ് വിദേശത്തേക്ക് കടന്നിരുന്നു. 50 കോടിയുടെ ക്രിപ്റ്റോ തട്ടിപ്പിൽ ഇയാളുടെ പാസ്പോർട്ട് ഉൾപ്പെടെ പിടിച്ചെടുത്ത് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനിരിക്കെയാണ് രക്ഷപ്പെട്ടത്. പ്രതിക്ക് രക്ഷപ്പെടാനായി തൃശൂരിലെ ആഡംബര ഹോട്ടലിൽ രഹസ്യയോഗം നടന്നിരുന്ന വിവരം അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. യോഗത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനവും ആൾമാറാട്ടവും നടത്തിയ പരാതിയിൽ അന്വേഷണം നേരിടുന്ന ഗീവർഗീസ് മാത്യു, തൃശൂരിലെ പ്രമുഖനായ CPM യുവ നേതാവ് മോൺസൺ മാവുങ്കൽ കേസിൽ പ്രതിക്കൂട്ടിലായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തുടങ്ങിയവർ ഒത്തുചേർന്നതായാണ് വിവരം. പ്രതിയുടെ ലുക്കൌട്ട് നോട്ടീസ് വൈകിപ്പിച്ച് പാസ്പോർട്ട് തിരികെ നൽകിയത് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ടാണ്. രക്ഷപ്പെടുത്തുന്നതിനായി ഇടനിലക്കാരടക്കം വൻ തുക കൈപ്പറ്റിയതായി സൂചനയുണ്ട്. പ്രതിയുടെ സഹോദരനിൽ നിന്നും തൃശൂരിലെ ഹോട്ടലിൽ നിന്നടക്കം അന്വേഷണ ഏജൻസികൾ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പ്രതിക്ക് രക്ഷപ്പെടാൻ സഹായകരമായ ഗീവർഗീസ് എന്ന വ്യക്തിക്കെതിരെ മുൻപും നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഇയാൾക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് കളക്ടർ ശുപാർശ ചെയ്തിട്ടുണ്ട്. ക്രിപ്റ്റോ കേസിൽ പ്രതിയുടെ സ്വദേശമായ വയനാട്, മലപ്പുറം, തൃശൂർ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പ്രതിക്ക് രക്ഷപ്പെടാൻ ഉന്നത തലങ്ങളിൽ നിന്നും ഇടപെടലുണ്ടായെന്ന് അന്ന് സർവീസിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും വിവരം ലഭിച്ചു. പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം ഉപേക്ഷിച്ച മട്ടിലായിരുന്നു. എന്നാൽ തൃശൂർ വിയ്യൂർ മേഖലയിലുള്ള ഒരു ഹവാല ഇടപാടുകാരനുമായി കേസിൽ പ്രതിയായ നിഷാദിന് ബന്ധമുണ്ടായിരുന്നെന്ന കണ്ടെത്തലിലാണ് അന്വേഷണം ഊർജിതമാക്കിയത്. ജനം, തൃശൂർ.